എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. സ്കൂൾ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പാകത്തിനുള്ളൊരു കലവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഇപ്പോൾ കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റത് അരി അങ്ങ് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കലം കഴുകി അരി ഇതാ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ ഇന്ന് നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിടുന്നുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിട്ടതിന് ശേഷം എനിക്ക് കുറച്ചധികം ജോലികൾ ഇന്നുണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട് കിളയ്ക്കാനും വളം ഇടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അതിൻ്റെ ജോലികളിലേക്കൊക്കെ കടന്നു. പിന്നെ ക്ലീനിങ് ഉണ്ട്. ഒരുപാട് ജോലികളുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അരി കഴുകുന്നതും പച്ചക്കറിയുടെ വേസ്റ്റും മീൻ കഴുകുന്ന വെള്ളമെല്ലാം ഞാൻ അതേപോലെ ഒരു പാത്രത്തിലാക്കി നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ ചുവട്ടിലൊഴിക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത് നല്ലൊരു വളവും കൂടിയാണേ. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊളിച്ച് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് തീർന്നു പോയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേറെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് അപ്പത്തിനുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചുട്ടെടുക്കണം. പിന്നെ അപ്പത്തിന് മുട്ടക്കറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. കഞ്ഞി ഒരു വശത്ത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ ഒരുപാട് സമയം എടുക്കുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 2 പ്രാവശ്യം തിളപ്പിച്ചിട്ട് ഒന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി അടച്ച് വെക്കും. പിന്നെ വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് മുട്ടക്കറി വെക്കുമ്പോഴത്തേക്കും അതിന് സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റില്ലേ മുട്ടക്കറിക്ക്. ആ ഒരു ടേസ്റ്റ് ഇതുവരെ ഞാൻ മുട്ടക്കറി വെച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചാച്ചയാണ് എന്നോട് പറഞ്ഞത് ചിക്കൻ മസാല മാത്രം ഇട്ടാൽ മതി മുട്ടക്കറിക്കുന്ന. അങ്ങനെ ഞാൻ ചിക്കൻ മസാല മാത്രം ഇട്ട് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ സവാള ഇതുപോലെ ഒന്ന് ഞെരടി അതിൻ്റെ ഒരു ഹാർഡ്നെസ് ഇല്ലേ അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ. പച്ചക്കറിയിലൊക്കെ പൂവിടുകയും 1-2 കായൊക്കെ ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്യാപ്സിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് ഞാനത് കാണിച്ചു തരാവേ. പിന്നെ ഞാൻ പച്ചക്കറിക്ക് ഇടുന്ന വളവും എല്ലാം ഞാൻ അടുത്ത വ്ളോഗ്സിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആ മുട്ടക്കറിക്ക് വഴറ്റിയ നേരം കൊണ്ട് കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2 തിള തിളച്ചായിരുന്നു. 2 തിള കഴിയുമ്പോഴത്തേക്കും ഞാനിതുപോലെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ചിക്കൻ മസാല മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ പാല് മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. താഴെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്കുള്ള പാലൊക്കെ വാങ്ങിയതായിരുന്നു. ഇനി ആ ഒരു ടബിനകത്ത് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത് കോയിൻ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ്. നട്ടിട്ടേ ഉള്ളൂ, അത് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ചായ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചു. പിന്നെ ഈ ജനലിൻ്റെ സൈഡിലായിട്ട് ഞാൻ ആ പ്ലാന്റ് തന്നെ പൊട്ടിപ്പോയ കപ്പിനകത്തൊക്കെ ആക്കി നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റിന് കോയിൻ പ്ലാന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഒരു സൈഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ അപ്പവും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചെടിയുടെ ജോലികളൊക്കെ എനിക്ക് ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കരിഞ്ചീരകം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഇത് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഞെരടി അതിൻ്റെ ആ നീരൊക്കെ വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് അരിച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് തലയിൽ ഒരു കണ്ടീഷണർ പോലെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ആയിട്ട്
ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഹെയർ പാക്കുകളൊന്നും തലയിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. തണുപ്പ് എനിക്ക് തീരെ പറ്റുന്നില്ല. അത് കാരണം ഹെയർ പാക്കൊന്നും ഇടുന്നില്ല. അതിന് പകരം നമുക്ക് ഇതുപോലത്തെ റിൻസുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയർ ഫോളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. കഴിയുന്ന പാത്രങ്ങൾ അതുപോലെ അപ്പം തന്നെ കഴുകി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തണുപ്പ് മാറാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ആക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം റിലയൻസിൽ നിന്ന് പണ്ട് നമ്മൾ വാങ്ങിച്ചൊരു പാത്രമാണ്. ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു സെറ്റ് ഓഫ് പാത്രം ഇതിൻ്റെ 4 കണ്ടെയ്നേഴ്സാണ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ചീരത്തോട്ടമാണിത്. ചീരത്തോട്ടമൊന്നുമല്ല കേട്ടോ, കുറച്ച് ചീരയുടെ വിത്ത് ഞാനിതുപോലെ പാകി മുളച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ചീര ഞാൻ ഒരു വട്ടം തോരൻ വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ഇത് നമ്മുടെ അഗസ്തിച്ചീര എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ചീരയാണ്. കുറേ വിത്ത് പാകിയതാണ്, പക്ഷേ ഈ ഒരൊറ്റ തൈയാണ് കേട്ടോ മുളച്ച് വന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഇതുപോലൊരു പച്ചപ്പുഴു കയറിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ എന്നിട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. ഈ പച്ചപ്പുഴു കയറി ഈ ഇല മുഴുവൻ തിന്ന് കളയും. അത് കാരണം ഞാൻ അതിനെ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കത്തിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പൂവ് വലുതായിട്ട്. പിന്നെ ഒരു വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്ട്രോബെറിയുടെ തൈയാണ്. ഈ സ്ട്രോബെറിയുടെ തൈയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വള്ളി വീശും കേട്ടോ. അതായത് ഇതിൻ്റെ റണ്ണർ എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ നമുക്ക് ഈ റണ്ണർ വന്നു കഴിയുമ്പോഴത്തേക്കും വേറൊരു ചട്ടിയിലേക്ക് ഈ റണ്ണർ പതുക്കെ ഒരു കമ്പ് വെച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ പുതിയ പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ ഇതാദ്യം ഞാൻ ബഡാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് റണ്ണറെന്ന് പറയും കേട്ടോ അതിന്. അങ്ങനെ മുട്ടക്കറിയൊക്കെ ആയി, അപ്പം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നിവാൻ കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുവിട്ടു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറച്ച് ചെടിയുടെ ജോലികളൊക്കെ ഉണ്ടെന്ന്. ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു പ്ലാന്റ് എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു ചട്ടിക്കകത്തേക്ക് കുറച്ച് കരിയില ഇടും. കരിയില ഇട്ടിട്ട് ഞാൻ ഈ മണ്ണ് കുറച്ച് കമ്പോസ്റ്റും മണ്ണും കൂടെ ഒരു സ്ഥലത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ നട്ടു വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന ചെടി ഇവിടുത്തെ അടുത്തൊരു പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു ചെടി ഇത് ശരിക്കും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് നഴ്സറികളിലൊക്കെ ഇത് കിട്ടും, പക്ഷേ ഇതെനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതും ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് കരിയിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് നട്ടു വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിങ്ങിനെ കഴിഞ്ഞും ഇഷ്ടം ഇങ്ങനെ ചെടി നടാനും പുറത്തെ പണികളൊക്കെ ചെയ്ത് നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഞാനൊരു ചാക്ക് എടുത്തിട്ട് നമ്മളുടെ പച്ചക്കറി വേസ്റ്റും അടിച്ച് വരുന്ന കരിയിലയും ഒക്കെ ഇട്ടിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള പ്ലാനിലാണ് കേട്ടോ. ഞാൻ ശരിക്കും ഇതിൽ നിന്ന് സ്മെല്ല് വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതുവരെയായിട്ട് സ്മെല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ട കരിയിലൊക്കെ ഒരു 50% ഡീകമ്പോസ് ആയിട്ടുമുണ്ട്. അപ്പോൾ മത്തി ഇന്ന് പുറത്തിരുന്ന് വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പുറത്തിരുന്ന് ഞാനൊരു ചിരവയുണ്ടായിരുന്നു നമുക്ക്, ആ ചിരവയൊക്കെ ഇട്ട് അങ്ങ് വെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും മത്തി വെട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല കേട്ടോ. സാധാരണ അകത്ത് നിന്ന് വെട്ടുമ്പോഴത്തേക്കും എനിക്ക് അത്ര ഇഷ്ടമില്ല അകത്ത് നിന്ന് വെട്ടുന്നത്. അപ്പോൾ ഞാനിന്ന് പുറത്തിരുന്നാണ് വെട്ടിയത്. കാക്കയുടെ ശല്യം അതിരൂക്ഷമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാക്കേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി കൊണ്ട് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മത്തി വെട്ടിയതിൻ്റെ ആ വേസ്റ്റ് ഇല്ലേ, അത് ഞാൻ അവിടെ നമ്മുടെ അഗസ്തിച്ചീര അവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ ചോട്ടിലേക്ക് ഇടാമെന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പാവലൊക്കെ വള്ളി പന്തലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ പെൺപൂവേ പാവലിലുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വളം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പച്ചക്കറിയുടെ പൂവുണ്ടാകുന്നത് കൊഴിഞ്ഞു പോകുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു വളം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആ മീനിൻ്റെ വേസ്റ്റ് ഞാൻ അഗസ്തിച്ചീരയുടെ ചോട്ടിൽ കൊണ്ടിട്ടിട്ട് മണ്ണിട്ട് മൂടും കേട്ടോ. അത് നല്ല വളമാണ്. കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ. കാക്കയുടെ ഭയങ്കര ശല്യമായിരുന്നു. ഞാൻ ആ ചീര നട്ട് വെച്ച് കൊടുത്ത് കാക്ക വന്ന് കൊത്തി എൻ്റെ കുഞ്ഞ് 2-3 ചീരത്തൈ എല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞു കേട്ടോ. അത് കാരണം ഞാൻ കാക്ക പോകാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ പാവം തോന്നി. അങ്ങനെ മീൻവെട്ടലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് കേട്ടോ. ഉച്ചക്കത്തേനുള്ള ചോറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ മീൻ വെട്ടി വറക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ചാറുകറി എന്തോ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തുണിയും കൂടി അലക്കാനേ ഉള്ളൂ.
വാങ്ങുന്നതിന് ചെന്ന് വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ജോലികൾ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ജോലികളൊന്നും ഇല്ലായിരുന്നു. ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തേ ഉള്ളൂ. ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും നിന്നില്ല കേട്ടോ. തുണി കുറച്ച് അധികം അലക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ അടച്ചു കേട്ടോ, അവധി തുടങ്ങി കുട്ടികൾക്ക്. അപ്പം നമുക്ക് ലോങ് വീഡിയോസൊക്കെ ഇനി നമ്മൾക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ കണ്ണാടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാക്കകളെല്ലാം പോയിട്ടോ. ഒരു കാക്ക വന്ന് അവിടെ എത്തി നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പാവം തോന്നിയത്. അപ്പോൾ ഒരു കുഞ്ഞ് സന്തോഷ വാർത്ത കൂടെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ചാനൽ 3000 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബായ്.